ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പുതിയ മലയാള ചിത്രത്തെ പറ്റിയിട്ട് ചെറിയൊരു സ്റ്റോറിയും അതുപോലെ എന്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി തമ്പനേലി കണ്ട പോലെ പ്രകമ്പനം എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലയാളം ഹൊറർ കോമഡി ചിത്രത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രം സെന്റർ ചെയ്തേക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കോളേജ് കൂട്ടുകാര്. ആ ഒരു കൂട്ടുകാര് ഒരു എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന കുറെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല, നമുക്ക് നേരെ എന്താണ് ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ലൈൻ ഒന്ന് നോക്കാം. അപ്പൊ ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ സിദ്ധു എന്ന ആളെയാണ് കാണിക്കുന്നത്. അതായത് ഗണപതി അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് സിദ്ധു. അപ്പൊ സിദ്ധു ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധുവിന്റെ അമ്മൂമ്മയുടെ ലാസ്റ്റ് കർമ്മങ്ങൾ, അതായത് മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങളില്ലേ, അതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് തന്റെ അച്ഛനും അങ്കിളും ഒന്നും അറിയുന്നില്ല. തന്റെ അച്ഛനും അങ്കിളും അറിയുന്നില്ല എന്ന് പറയാൻ കാരണം അവർ രണ്ടുപേരും എത്തിസ്റ്റ് ആണ്. അതായത് ദൈവത്തിലൊന്നും വിശ്വാസമില്ല, ഇങ്ങനെ ചടങ്ങുകളൊന്നും ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊന്നും അറിയാതെയാണ്, രഹസ്യമായിട്ടാണ് സിദ്ധു ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അതിനുശേഷം ഈ അവസാന ഭസ്മമെല്ലാം സിദ്ധു ഒരു പൗഡർ ബോട്ടിലാക്കിയിട്ട് ഹോസ്റ്റൽ റൂമിൽ കൊണ്ട് വെക്കുവാണ്. അതായത് താൻ പഠിക്കുന്ന കോളേജിന്റെ ഹോസ്റ്റലിൽ വെക്കുവാണ്. അപ്പോൾ അയാളുടെ ഫ്രണ്ട് ആയിട്ടുള്ള, അതായത് സിദ്ധുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള പുണ്യാളൻ, അതായത് സാഗർ സൂര്യ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പുണ്യാളൻ, ഈ ഒരു ആഷസ്, അതായത് ഈ ഒരു സാധനം നമ്മുടെ ഈ പുണ്യാളൻ എടുത്ത് ഡ്രഗ്സ് എന്നും പറഞ്ഞിട്ട് എടുത്ത് വലിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ആ ഒരു ആത്മാവ് പുറത്തു വരികയും അമ്മമ്മയുടെ ആത്മാവ് ആ ഒരു ഹോസ്റ്റലിൽ മൊത്തം ശല്യം ചെയ്യുന്നതുമാണ് കേട്ടോ പിന്നീട് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം പുണ്യാളന് വേറൊരു ബിഹേവിയർ ആയിരിക്കും. അതായത് സ്ത്രീത്വത്തിന്റെ, സ്ത്രീകളുടെ, അതുപോലെ അമ്മൂമ്മയുടെ, മരിച്ചുപോയ അമ്മമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അമ്മൂമ്മയുടെ ചെറിയ സ്വഭാവമൊക്കെ ഈ പുണ്യാളനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ, ഇപ്പം മദ്യപിക്കുകയാണെങ്കിൽ മദ്യപിക്കാൻ പാടില്ല, അതുപോലെ ഇപ്പം പുകവലിക്കുകയാണെങ്കിൽ പുകവലിക്കാൻ പാടില്ല, പെൺകുട്ടികളോട് അനാവശ്യം പറയണമെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പുണ്യാളൻ നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവുകയാണ്. അതായത് അമ്മൂമ്മയുടെ ആ ഒരു സ്ട്രിക്റ്റ് സ്വഭാവമൊക്കെ പുണ്യാളൻ കാണിക്കുന്നു. അങ്ങനെ ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള അൽ അമീൻ അവതരിപ്പിക്കുന്ന ശങ്കരൻ എന്ന ക്യാരക്ടർ, ഇവർ മൂന്നുപേരുമാണ് തിക് ഫ്രണ്ട്സ്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഈ സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്താണ് അവർ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഫണ്ണായിട്ടുള്ള ഒരു പാരനോമൽ ഇൻവെസ്റ്റിഗേഷൻ കോമഡി കിട്ടില്ല മൂവിയാണ് കേട്ടോ പ്രകമ്പനം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്കവരും ഈ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് OTT റിലീസ് ആവാനും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കാണാത്തവർക്ക് OTT കാണാം കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? സാഗർ സൂര്യ, ഗണപതി, അൽ അമീൻ. ഇവരെ നിങ്ങൾക്ക് 3 പേർക്കും അറിയായിരിക്കും. ഈ 3 പേരെ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ഇവർ ഭയങ്കര വൈറലായിട്ടുള്ള ആക്ടേഴ്സ് ആണ്. സാഗർ സൂര്യ പണി എന്ന മൂവി കഴിഞ്ഞ് ഭയങ്കര വൈറലായി. ഗണപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടോട്ടലി നമുക്ക് മൊത്തത്തിൽ അറിയാം, കുഞ്ഞുനാൾ തൊട്ട് നമുക്ക് അറിയാവുന്ന ആക്ടറാണ്. അതുപോലെ അൽ അമീൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വഴി വൈറലായ വ്യക്തിയാണ്. അപ്പോൾ ഇവർ 3 പേരും അവരവരുടെ റോൾസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് ചെയ്തേക്കുന്നത് രാജേഷ് മാധവൻ, ശീതൽ ജോസഫ്, അതുപോലെ അസീസ് നെടുമങ്ങാട്. ഇവരെല്ലാവരും ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു നമ്മൾ കുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന ഹൊറർ കോമഡി ചിത്രമാണ്. ഭയങ്കര ഭീതി വരുത്തുകയുണ്ട്, എന്നാൽ കുറച്ച് ഹൊറർ ഉണ്ട് എന്തായാലും. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഈ ചിത്രം എടുത്തു വെച്ചേക്കുന്നത്. കോമഡിക്ക് പുറമെ നമ്മുടെ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് ഈ ചിത്രത്തിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അമ്മൂമ്മയുടെ ആത്മാവാണല്ലോ. അപ്പൊ അമ്മൂമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനറേഷനെക്കാട്ടിലും നല്ല വ്യത്യാസമുണ്ട്. അതായത് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ നന്നായിട്ട് തന്നെ ആ ഒരു സോഷ്യൽ, അവരുടെ ആ ഒരു മനോഭാവവും അവരുടെ ആ ഒരു തരത്തിലുള്ള ഒരു മാതിരത്തെ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സാഗർ സൂര്യയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് പറയേണ്ടത്. കാരണം ആ ഒരു പൊസഷന് ശേഷം, അതായത് അമ്മൂമ്മയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയതിനു ശേഷം സാഗർ സൂര്യ കാണിക്കുന്നതൊക്കെ വല്ലാത്ത ലെവൽ ആക്ടിങ് ആയിരുന്നു, കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഈ മൂവി. ഇതൊരു കോളേജ് ഹോസ്റ്റലിലാണ് ഈ ചിത്രം നടക്കുന്നതൊക്കെ. ക്യാമ്പസ് ലൈഫാണ് മൊത്തത്തിൽ. വാശി, വൈരാഗ്യം, ദേഷ്യം, ലവ്, ഇതെല്ലാം കൂടെ കടങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടികപ്പിയാരെ കൂട്ടമണി, രോമാഞ്ചം, ആ ഒരു വൈബിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. രോമാഞ്ചത്തെക്കാട്ടിലും കൂടുതൽ അടികപ്പിയാരെ കൂട്ടമണിയുമായിട്ടാണ് കുറച്ചുകൂടി റിലേറ്റഡ് ആയിരിക്കുന്നത്. ഇതൊരു കോളേജ് ഹോസ്റ്റലിലാണ് നടക്കുന്നത്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള സിദ്ധു, അതുപോലെ പുണ്യാളൻ ആൻഡ് ശങ്കരൻ, ഇവർ 3 പേരുമാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സിദ്ധുവിന്റെ അമ്മമ്മയുടെ ആത്മാവിന്റെ ആഭിചാരം, ലാസ്റ്റത്തെ ക്രിയയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പൊടി എടുത്തിട്ട് നമ്മുടെ പുണ്യാളൻ എടുത്ത് ഡ്രഗ്സ് എന്നും പറഞ്ഞ് വരിക്കുന്നു. അങ്ങനെ പുണ്യാളന്റെ ദേഹത്തോട്ട് ആത്മാവ് കയറുകയാണ്. അങ്ങനെ ആ ഒരു കോളേജിന്റെ ആ ഒരു ക്യാമ്പസ് മൊത്തം ഈ ഒരു ആത്മാവ് ഇങ്ങനെ നടക്കുവാണ്. അതാണ് കേട്ടോ ചിത്രത്തിന്റെ മെയിൻ പ്രമേയം എന്ന് പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഓർമ്മ വന്നത് നമ്മുടെ ബ്ലെൻഡ് ചെയ്യുന്നത് ഈ ചിത്രവും നമ്മുടെ അടികപ്പിയാരെ കൂട്ടമണിയുടെ ഭയങ്കര ബ്ലെൻഡിങ് ആണ്. കുറേ സീൻസ് കാണുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ തോന്നും. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ
എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടികപ്പിയാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം അത്രയ്ക്കും കിടിലനായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഗ്രാൻഡ് മദറായിട്ട് വരുന്നത്, അതായത് ഇവിടെ സിദ്ധുവിൻ്റെ അമ്മമ്മയായിട്ട് വരുന്നത് മല്ലിക സുകുമാരനാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു അവതരണമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ സോങ്സ് ആയാലും വളരെ ആ ഒരു ഹോസ്റ്റൽ സെറ്റിങ്ങിന് യോജിച്ച രീതിയിൽ തന്നെ സോങ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അധികം ടെൻഷനോ അങ്ങനെ വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഇടാതെ നല്ല രീതിയിൽ തന്നെ മൂവി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്തെടുത്തത് പറയണം, കാരണം അത്രയ്ക്കും കിടില മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ല എങ്കിൽ ഓൾറെഡി അതിനിപ്പോൾ OTT റിലീസാവും, വരും, കാണാം. അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും സെയിം ആണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ചിത്രത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മലയാളം ചിത്രമാണ്, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമേ വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അത് സ്റ്റോറി ലൈൻ അറിയണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി മൂവി കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പോയിലർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇതിൻ്റെ സ്റ്റോറിയൊന്നും പറയാത്തത്. എനിക്കങ്ങനെ ഇഷ്ടമല്ല, കാരണം നിങ്ങൾ സിനിമ കണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിനിമയുടെ ഫീലിംഗ് മനസ്സിലാക്കണം. എക്സ്പ്ലനേഷൻ കേട്ട് ഫുള്ള് സിനിമ കണ്ടിട്ട് അതിലൊരു കാര്യമില്ല. ആ ഒരു എസൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ചിത്രം കണ്ടിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ സ്റ്റോറി ലൈൻ പറയുന്നത്. അപ്പോൾ സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രം കാണാനും മൂഡ് വരും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രം ഞാൻ ചെയ്യുന്നത്. എന്നാലും ഇംഗ്ലീഷ് ചിത്രങ്ങളോ അല്ലെങ്കിൽ പല വേറെ ഭാഷകളിലുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ള മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വല്ല ഏതെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.